Dear students, welcome to Learner's World. In this video, I'm going to talk about model question paper analysis, Kaleidoscope Songs and Stories of Our World, 4th semester, Calcutta University, Common English, Part 1. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ടൈം 2.5 hours ആണ്. മാക്സിമം മാർക്സ് 80 ആണ്. 3 സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് കിട്ടുന്നത്. ഇതിൻ്റെ സീലിംഗ് എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ഒരു 1 or 2 സെൻറ്റൻസസിൽ ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് പാരഗ്രാഫ് എസ്സേ ആണ്. ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണ് കിട്ടുന്നത്. സീലിംഗ് 35 ആണ്. ദെൻ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ലോങ് എസ്സേ ആണ്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടൽ. ദെൻ 2 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യന് 10 മാർക്കാണ് കിട്ടുന്നത്. എസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ദെൻ മിനിമം 3 ബോഡി പാരഗ്രാഫ്, ദെൻ കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് സെക്ഷനാണ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ബാഷോ നോൺ ഫോർ? ബാഷോ അറിയപ്പെടുന്നത് എന്തിലാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഒരു ഹൈക്കൂയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ക്യോട്ടോ ആൻഡ് ദ ഓൾഡ് പോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബാഷോ റിട്ടേൺ ചെയ്തിട്ടുള്ള ഹൈക്കൂയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ബാഷോ നോൺ ഫോർ മാസ്റ്റർ ഓഫ് ഹൈക്കു. ഹൈക്കൂലാണ് ഭാഷ അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലൈൻ ഐ ബ്രാൻഡിഷ് എ ബ്രൂം. ഐ ബ്രാൻഡിഷ് എ ബ്രൂം എന്ന് പറയുന്ന ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഐ ഹാവ് എ ബ്രൂം ബൈ സായ് യങ്മിങ്, ആ ഒരു പോയത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സായ് യങ്മിൻ്റെ ഐ ഹാവ് എ ബ്രൂം എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആ ഒരു പോയത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഷി ബ്രാൻഡിഷ് എ ബ്രൂം ലൈക്ക് എ വെപ്പൺ. ഷി വാക്സ് അബൌട്ട് വേവിങ് ദ ബ്രൂം പ്രൗഡ്ലി. To her, broom means a tool for work and weapon for liberation. It gives her courage, confidence and identity. അപ്പോൾ ഐ ബ്രാൻഡിഷ് എ ബ്രൂം എന്നുള്ള ലൈനോട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലേഡി ബ്രൂമിനെ ഒരു വെപ്പണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു ടൂളായിട്ടും അതേസമയം തന്നെ അവളുടെ ഒരു ലിബറേഷൻ, അവളുടെ ആ ഒരു ഫ്രീഡത്തിനുള്ള ഒരു വെപ്പണായിട്ടും അവൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവൾ വളരെ പ്രൗഡായിട്ടാണ് ഈ ഒരു ബ്രൂമിനെ കാണുന്നത്. അതുപോലെ അവൾക്ക് ഈ ഒരു ബ്രൂം എന്ന് പറയുന്നത് അവൾക്ക് കറേജ് നൽകുന്നുണ്ട്, കോൺഫിഡൻസ് നൽകുന്നുണ്ട്, ഐഡൻറ്റിറ്റി നൽകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫ്രേസ് ബിറ്റ്വീൻ സ്റ്റാർഷൈൻ ആൻഡ് ക്ലേ? അപ്പോൾ ഈ ഒരു ഫ്രേസിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ ബൈ ലൂസിലെ ക്ലിഫ്റ്റൺ. ലൂസിലെ ക്ലിഫ്റ്റിൻ്റെ പോയിട്ടുള്ള വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ നോക്കാം. The phrase between starshine and clay represent the divide between opportunity and reality. On the one hand, there is a clear possibility in the future. The stars representing the promise of the future. The clay is earth in this metaphor. The lack of opportunity and absolute reality. അപ്പോൾ ഈ ഒരു ഫ്രേസ് സ്റ്റാർഷൈൻ ബിറ്റ്വീൻ സ്റ്റാർഷൈൻ ആൻഡ് ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രേസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റിനെയും റിയാലിറ്റിനെയും തമ്മിലുള്ള ഒരു ഡിവിഷനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോം ടു സീ ഹിം അഗെയിൻ? ടു സീ ഹിം അഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പോം ബൈ ഗബ്രിയേല മിസ്ട്രൽ, അതിൻ്റെ സെൻട്രൽ ഐഡിയ ആണ് ചോദിച്ചിട്ടുള്ളത്. സെൻട്രൽ ഐഡിയ ഓഫ് ദ പോം ടു സീ ഹിം അഗെയിൻ പോർട്രൈസ് ദ ഇന്ത്യൻസ് ഗ്രീഫ് ആൻഡ് ട്രോമ ഫോളോയിങ് ദ ലോസ് ഓഫ് എ ബിലവഡ്. ദ സ്പീക്കർ ഈസ് ഷാറ്റേർഡ് വെൻ ഷീ കൺഫ്രണ്ട്സ് ദ റിയാലിറ്റി ദാറ്റ് ഷീ ഈസ് അൺഎബിൾ ടു റീയുണൈറ്റ് വിത്ത് ഹെർ ലവർ. അപ്പോൾ ഇതിൽ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻസ് ഗ്രീഫ് ആൻഡ് ട്രോമയാണ്. അതായത് ഒരു തൻ്റെ ബിലവഡ് നഷ്ടപ്പെട്ടതിലുള്ള ഒരു അതിയായിട്ടുള്ള ഒരു ദുഃഖമാണ് അതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ സ്പീക്കർ ഷാറ്റേർഡ് ആകുന്നുണ്ട് ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്ന സമയത്ത്. തൻ്റെ ബിലവഡിനെ ഇനി മീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ സ്പീക്കർ ബ്രോക്കൺ ആവുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൽ സെൻട്രൽ ഐഡിയ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ടേക്സ് ദ ബുള്ളറ്റ് ഇൻ ദ ഹെഡ്. ഹൂ ഈസ് ഷീ? ആരാണ് ഇതിൽ ആ ഒരു പെൺകുട്ടി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എ സെഞ്ചുറി ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇംതിയാസ് താക്കറിൻ്റെ പോയത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഷീ റെപ്രസെൻറ്റ് സ്കൂൾ ഗേൾസ് ലൈക്ക് മലാല യൂസഫ് സായ്. സ്കൂൾ ഗേൾസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, മലാല യൂസഫ് സായിനൊക്കെ പോലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഐ ടെൻ ദ മൊബൈൽ നൗ ലൈക്ക് ആൻ ഇൻജേർഡ് ബേർഡ് ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. അപ്പോൾ ഈ ഒരു ഫ്രേസിലുള്ള ഈ ഒരു ലൈനിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ ടെൻ ദ മൊബൈൽ നൗ ലൈക്ക് ആൻ ഇൻജേർഡ് ബേർഡ്. ഒരു ഇൻജേർഡ് ബേർഡ്, ഒരു മുറിവേറ്റ പക്ഷിയെ പോലെയാണ് ഞാൻ മൊബൈലിൽ കാണുന്നത്. ലൈക്ക് വന്നതുകൊണ്ട് നമുക്കതിനെ സിമിലിയാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ സിമിലിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the significance of the shares the speaker buys early in the relationship? ഇതിൽ ഈ ഒരു സ്പീക്കർ തൻ്റെ ആദ്യകാല ആ ഒരു റിലേഷൻഷിപ്പിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഷർട്ട്സ് യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് റിവോൾവിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡേവിഡ് മെലോഫിൻ്റെ ആ ഒരു വർക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആൻസർ എന്താണെന്ന് നോക്കാം. The significance of the shirts bought early in the relationship is a new life and he hoped he would have as a lover. അദ്ദേഹം ഈ ഒരു ന്യൂ ഷർട്ട്സ് യൂസ് ചെയ്തതിൻ്റെ ആ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ന്യൂ ലൈഫ്, ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആസ് എ ലവർ എന്നുള്ള നിലക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How does Wong describe the singing man in the poem? What imagery does he use? വോങ് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തത് ആ ഒരു പോയത്തിൽ സിംഗിങ് മാനെ, എന്ത് ഇമാജറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ഓഷ്യൻ വോങ്ങിൻ്റെ ത്രഷോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ആൻസർ നോക്കാം നമുക്ക്. Wong describes singing man in the poem as an important moment of transformation in his life. Wong uses evocative metaphors and sensory imagery to describe the experience. The man is like guitar strings snapping, while the song seems to fill the speaker's essence to core like a skeleton. This vivid imagery conveys the intensity of hearing the singing. അപ്പോൾ ഇതിൽ വോങ് സിംഗ് മാനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ലൈഫിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച് എന്നുള്ള നിലയിലാണ്. അദ്ദേഹം ഒരുപാട് മെറ്റഫറും ഇമാജറിയും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഗിത്താർ സ്ട്രിങ് സ്നാപ്പിംഗ്, കോർലേക്ക് സ്കെൽട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഓൺ വിച്ച് അങ്കിൾ പോർച്ചർ ഫെൽ അപ്പോൺ. അപ്പോൾ അങ്കിൾ പോർച്ചർ ഏത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അങ്കിൾ പോർച്ചർ കയ്യിൽ നിന്ന് വീണ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്നുള്ളത്. അങ്കിൾ പോർച്ചർ ഫെൽ അപ്പോൺ ദ പിയാനോ ആണ് ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വാർ ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി വാർ ബൈ ലൂയി പിരാൻഡലോ റെഫേർഡ് ടു. അതായത് ലൂയി പിരാൻഡലിൻ്റെ ഒരു വർക്കാണ് വാർ എന്ന് പറയുന്നത്. അതിൽ ഏത് വാറിനെയാണ് ഇതിൽ പറയുന്നത്, ആ ഒരു ടൈറ്റിലിൽ പറയുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കാം, ആൻസർ നോക്കാം. വേൾഡ് വാർ ഫസ്റ്റ് ആണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ടൈറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What was Omoro's instruction to the clan about the third thief? ആ ഒരു മൂന്നാമത്തെ തീഫിനെ കുറിച്ചിട്ട് ഒമോറോയുടെ ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ദ ഗ്രീൻ ലീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേസ് ഒഗോട്ടിൻ്റെ ആ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആൻസർ നോക്കാം. Omoro stopped all the villagers and told them that they should go back to their village because they thought that if the thief dies in front of their eyes, then his evil spirit will be on their village. ഒമോറോ കൊടുത്ത ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയായിരുന്നു. അതായത് എല്ലാ വില്ലേജേഴ്സിനോടും അവിടെ നിന്ന് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു തേർഡ് തീഫ് അവിടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വില്ലേജേഴ്സിനെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു ഒരു ഈവിൾ സ്പിരിറ്റ് അവിടെ ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ ആയിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് വൂം ഈസ് മിറാൻഡ കമ്പയർഡ്. ആരുമായിട്ടാണ് മിറാൻഡേനെ കമ്പയർ ചെയ്തിരിക്കുന്നത്? ഇത് നമ്മുടെ ഷേക്സ്പിയറുടെ പ്ലേ ആയിട്ടുള്ള
ദ ടെമ്പസ്റ്റ് ആക്ട് 3 സീൻ 1 ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അതിനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ആൻസർ നോക്കാം. Miranda is compared to her father Prospero by Ferdinand. The outcome of the comparison is that she is 10 times better than Prospero according to Ferdinand. അപ്പോൾ ഫാദർ പ്രോസ്പെറോനെ ആയിരുന്നു കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who is the Italian author mentioned in the beginning of the essay Getting Up on a Cold Mornings? Getting Up on a Cold Mornings by ലിഹണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിൽ ഒരു ഇറ്റാലിയൻ ഓഥറിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതാരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണെന്ന് നോക്കാം. ഗിലിയോ കൊഡാറ, എ ജെസ്യൂട്ട്, ഇസ് ഇറ്റാലിയൻ ഓഥർ മെൻഷൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ എസ്സേ. ആ എസ്സേയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇറ്റാലിയൻ ഓഥർ ആണ് ഇത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ഹീനി ഡിസ്ക്രൈബ് ഹിസ് ചൈൽഡ്ഹുഡ് ഹോം? ക്രെഡിറ്റിംഗ് പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഷീമസ് ഹീനിയുടെ ആ ഒരു എസ്സേയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് തൻ്റെ ചൈൽഡ്ഹുഡ് ഹോം ഹീനി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കാം. He describes his childhood home as a place filled with memories of warmth, security, where he felt a deep sense of belonging and rootedness. Okay. Next question, last question ആണ്. 15th question എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ വൺ റൈറ്റ് ദാറ്റ് എ ഗേൾ ഏൺസ് ഫ്രം സൊസൈറ്റി? ഒരു പെൺകുട്ടി സമൂഹത്തിൽ നിന്ന് നേടേണ്ട ആ ഒരു അവകാശം, ആ ഒരു വൺ റൈറ്റ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മളുടെ ഇംതിയാസ് താക്കറിൻ്റെ എ സെഞ്ച്വറി ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആൻസർ എഡ്യൂക്കേഷൻ ഈസ് ദ വൺ റൈറ്റ് ദാറ്റ് എ ഗേൾ ഏൺസ് ഫ്രം സൊസൈറ്റി. എഡ്യൂക്കേഷനാണ് ഒരു പെൺകുട്ടി സൊസൈറ്റിയിൽ നിന്ന് ഏൺ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം.